Dear students, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് Ferrite Devices ആണ്. So Ferrite Devicesനകത്ത് circulators and isolators ആണ് നമുക്ക് നോക്കാനുള്ളത്. So അതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് പോകുന്നതിന് പകരം നമ്മൾ എന്താണ് Ferrite Devices എന്നുള്ളത് നോക്കാം. Ferrite devices are non-metallic materials with resistivity rho which is nearly 10 raised to 14 times greater than metals and with dielectric constants epsilon r which is around 10 to 15 times greater than that of metal and its relative permeability is of the order of 1000. So എന്താണ് Ferrite devices? The non-metallic devices ആണ്. അതിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പാരാമീറ്റേഴ്സ് റെസിസ്റ്റിവിറ്റി ആണെങ്കിലും ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ആണെങ്കിലും റിലേറ്റീവ് പെർമിയബിലിറ്റി ആണെങ്കിലും നമ്മൾ ഏതുമായിട്ടാണ് അത് കമ്പയർ ചെയ്യുന്നത്? നമ്മൾ മെറ്റൽസുമായിട്ട് കമ്പയർ ചെയ്യുവാണ്. സോ ഫെറൈറ്റ് ഈസ് എ നോൺ മെറ്റാലിക് മെറ്റീരിയൽസ് ആണ്. അതിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന മെറ്റലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് 10 raised to 14 times greater and the dielectric constant എന്ന് പറയുന്നത് it is around 10 to 15 times greater than that of metal and the relative permeability is of the order of 1000. They have magnetic property which is similar to those of ferrous metals. These ferrites can be used for microwave application due to the following properties. First property, strong magnetic properties. Ferrites have atoms with large number of spinning electrons resulting in strong magnetic properties. So ഇതാണ് ഫെറൈറ്റ്സിൻ്റെ ജസ്റ്റ് ഒരു ഇലസ്ട്രേഷൻ കാണിച്ചിരിക്കുന്നത്. സോ ഇതിനകത്ത് എന്തുണ്ട്? ഫെറൈറ്റ്സിനകത്ത് they have atoms with large number of spinning electrons. ഒരുപാട് സ്പിന്നിങ് ഇലക്ട്രോൺസ് ഉള്ള ഒരു ആറ്റമാണ് എന്തെന്ന് ഫെറൈറ്റ്സ് എന്ന് പറയുന്നത്. അത് കാരണം അതിനെന്തുണ്ടാവും? ആ സ്പിന്നിങ് പ്രോപ്പർട്ടി കാരണം അതിനെ ക്രോസ് ആയിട്ട് ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്യും. ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അതിനെ ക്രോസ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഡയപോൾ, ആ ഇലക്ട്രോൺ സ്പിന്ന് കാരണം ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഡയപോൾ കാരണമാണ് എന്ത് അറൈസ് ചെയ്യുന്നത്? ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അറൈസ് ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് ദ എബവ് പ്രോപ്പർട്ടി ദീസ് ഫെറൈറ്റ് ഡിവൈസസ് ദേ ഫൈൻഡ് ആപ്ലിക്കേഷൻ ഇൻ മൈക്രോവേവ് ഡിവൈസസ് in order to reduce reflect power for modulation purpose and also in switching circuits. Second property എന്ന് പറയുന്നത് നോൺ റെസിപ്രോക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഇനി എന്താണ് നോൺ റെസിപ്രോക്കൽ പ്രോപ്പർട്ടീസ് എന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മളൊരു വേവ് എടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ടൈപ്പ് പോളറൈസേഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? ലീനിയർ പോളറൈസേഷനും അതേപോലെ സർക്കുലർലി പോളറൈസ്ഡ് വേവ് ഫോംസും ഉണ്ട്. ഓക്കെ, സോ എന്താണ് ലീനിയർലി പോളറൈസ്ഡ് വേവ് എന്ന് പറയുന്നത്? ഒരു ലീനിയർലി പോളറൈസ്ഡ് വേവ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫേസ് ആംഗിൾസ് നമുക്ക് എന്താണ്? ഈക്വൽ ആണ്. പക്ഷേ സർക്കുലർലി പോളറൈസ്ഡ് വേവ് കൺസിഡർ ചെയ്യുമ്പോൾ അത് തമ്മിൽ ആ വേവ്സ് തമ്മിലുള്ള 90 ഡിഗ്രി അല്ലെങ്കിൽ π/2 ഫേസ് ആംഗിൾ എക്സിസ്റ്റ് ചെയ്യും. സോ എന്താണ് ഇനി നോൺ റെസിപ്രോക്കൽ പ്രോപ്പർട്ടീസ് എന്ന് നോക്കാം. നോൺ റെസിപ്രോക്കൽ പ്രോപ്പർട്ടീസ്. സോ വെൻ ടു സർക്കുലർലി പോളറൈസ്ഡ് വേവ്, രണ്ട് സർക്കുലർലി പോളറൈസ്ഡ് ആയിട്ടുള്ള വേവ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെന്ന് വെച്ചോ, വൺ റൊട്ടേറ്റിംഗ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആൻഡ് അനദർ റൊട്ടേറ്റിംഗ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഈ രണ്ട് വേവ്സിനെയും ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള വേവിനെയും നമ്മളൊരു ഫെറൈറ്റ് മെറ്റീരിയലിനകത്തൂടെ പ്രൊപ്പഗേറ്റ് ചെയ്തു എന്ന് വെച്ചോ. സോ ഈ ഫെറൈറ്റ് മെറ്റീരിയൽ ഈ രണ്ട് പോളറൈസ്ഡ് വേവ്സിന്, അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് രണ്ടും സർക്കുലർലി പോളറൈസ്ഡ് വേവാണ്, ഒന്ന് ക്ലോക്ക് വൈസും ഒന്ന് ആൻറ്റി ക്ലോക്ക് വൈസും. സോ രണ്ടിനും ഡിഫറെൻ്റ് ആയിട്ടാണ്, ഈ രണ്ട് റൊട്ടേറ്റിംഗ് ഫീൽഡ്സിനെയും ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ഫെറൈറ്റ് മെറ്റീരിയൽസ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ആ മെറ്റീരിയൽ റിയാക്ട് ചെയ്യുന്നത് രണ്ടിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്, ദർബൈ പ്രസൻറ്റിങ് ഡിഫറെൻറ്റ് എഫക്റ്റീവ് പെർമിയബിലിറ്റീസ് ടു ബോത്ത് ദ വേവ്സ്. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ വരുന്ന ഫിഗേഴ്സിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സോ ഈ പറയുന്ന നോൺ റെസിപ്രോക്കൽ പ്രോപ്പർട്ടി നമുക്ക് എന്ത് വെച്ചിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും? യൂസിങ് എ നോൺ റെസിപ്രോക്കൽ ഫേസ് ഷിഫ്റ്റർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനലൈസ് ചെയ്യാൻ പറ്റും. ഓൾറെഡി പറഞ്ഞു, ഒരു സർക്കുലർലി പോളറൈസ്ഡ് വേവിനകത്ത് എന്തുണ്ടാവും? വേവ്സ് തമ്മിലൊരു π/2 ഫേസ് ഷിഫ്റ്റ് അറൈസ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഒരു ഫെറൈറ്റ് മെറ്റീരിയൽ എടുത്തു, അല്ലെങ്കിൽ ഒരു ഫെറൈറ്റ് റോഡ് എടുത്തു. ഇതിനെ ക്രോസ് ആയിട്ട് നമ്മൾ എന്ത് പാസ് ചെയ്യാണ്? രണ്ട് സർക്കുലർലി പോളറൈസ്ഡ് വേവ്, ഒന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു, ഒന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. സോ എങ്ങനെയാണ് ഈ ഫെറൈറ്റ് മെറ്റീരിയൽ ഈ വേവ്സുമായിട്ട്, അല്ലെങ്കിൽ വേവ്സ് വരുമ്പം എങ്ങനെയാണ് മെറ്റീരിയൽ റിയാക്ട് ചെയ്യുന്നത്? സോ ഈ ഒരു
പ്രോപ്പർട്ടി നമുക്ക് ഏത് വെച്ച് അനലൈസ് ചെയ്യാൻ പറ്റും? ഒരു നോൺ റെസിപ്രോക്കൽ ഫേസ് ഷിഫ്റ്റർ വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. So a non-reciprocal phase shifter consists of a thin slab of ferrite which is placed in a rectangular waveguide at a point where the DC magnetic field of the incident wave mode is circularly polarized. എന്ന് വെച്ചാൽ എന്താണ്? നമ്മളൊരു വേവ് ഗൈഡിനകത്ത് നമ്മൾ എന്ത് പ്ലേസ് ചെയ്യാണ്? ഒരു ഫെറൈറ്റ് റോഡ് പ്ലേസ് ചെയ്യുകയെന്ന് വെച്ചോ. സോ വെൻ എ പീസ് ഓഫ് ഫെറൈറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ വേവ് ഗൈഡ് ആൻഡ് എ DC magnetic field is applied, എന്ത് സംഭവിക്കും? ഫെറൈറ്റ് എക്സിബിറ്റ് ഫാരഡേസ് റൊട്ടേഷൻ. ഓക്കെ, സോ ഇനി ഈ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയാൻ പോകുന്നത്? ഫെറൈറ്റ് ഡിവൈസസ് പറയാൻ പോകുന്നത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫാരഡേസ് റൊട്ടേഷൻ. സോ ഫാരഡേസ് റൊട്ടേഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൺസിഡർ ചെയ്തു? ഒരു ഇൻഫൈനൈറ്റ് ലോസ്ലെസ് മീഡിയം കൺസിഡർ ചെയ്തു. അതിനകത്ത് ഇത് എക്സ് ആക്സസ്, ഇത് വൈ ആക്സസ്, ഇതെന്താണ്? ഇസഡ് ആക്സസ്. സോ നമ്മൾ എന്ത് കൊടുത്തു? ഇസഡ് ആക്സസിന് അക്രോസായിട്ട് നമ്മൾ എന്ത് അപ്ലൈ ചെയ്തു? ഒരു B0 എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഇസഡ് ആക്സസിന് അക്രോസായിട്ട് അപ്ലൈ ചെയ്യുക ചെയ്യുന്നത്. ഇനി നമ്മൾ എക്സ് ആക്സസിന് അക്രോസായിട്ട് നമ്മളൊരു ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് മാഗ്നറ്റിക് വേവ് നമ്മൾ എന്ത് ചെയ്യുകയാണ്? വിച്ച് ഇസ് ലീനിയർലി പോളറൈസ്ഡ്. നമ്മൾ ഏതിന് അക്രോസായിട്ട് അപ്ലൈ ചെയ്യുകയാണ്? അറ്റ് എക്സ് ആക്സസ് ഫ്രം t equal to 0. ഓക്കെ, സോ എക്സ് ആക്സസ് എന്ത് ചെയ്യുകയാണ്? ഈ ഡയറക്ഷനിലേക്ക് അത് എന്ത് ചെയ്യുകയാണ്? പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണ്. സോ എക്സ് ആക്സസിൽ നമ്മൾ എന്ത് കൊടുത്തു? ഒരു പ്ലെയിൻ TEM വിച്ച് ഇസ് ലീനിയർലി പോളറൈസ് നമ്മൾ എക്സ് ആക്സസിൽ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇസഡ് ഡയറക്ഷൻ്റെ ഈ ആക്സസിലേക്ക് അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ അനുവദിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? The plane of polarization of this wave will rotate with distance along the ferrite. So ഫെറൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് സംഭവിക്കും? ആ വേവിൻ്റെ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, വിച്ച് ഇസ് ഇൻ ദ ഏത് ഡയറക്ഷനിലാണ്? നമ്മൾ ഇസഡ് ഡയറക്ഷനിൽ തന്നെ അതെന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ദിസ് പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ ഓഫ് ദ വേവ് വിൽ റൊട്ടേറ്റ് വിത്ത് ഡിസ്റ്റൻസ് ആൻഡ് ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് ഫാരഡേസ് റൊട്ടേഷൻ. എന്താണ് ഫാരഡേസ് റൊട്ടേഷൻ എന്ന് പറയുന്നത്? നമ്മളൊരു ഇൻഫൈനൈറ്റ് ലോസ്ലെസ് മീഡിയം കൺസിഡർ ചെയ്തു. ഈ ഒരു മീഡിയം എന്ന് പറയുന്നത് ശരിക്കും ഇതൊരു വേവ് ഗൈഡാണ്. ഓക്കെ, ഒരു വേവ് ഗൈഡ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വേവ് ഗൈഡ് എപ്പോഴും ഏത് ഡയറക്ഷനിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? ഇസഡ് ഡയറക്ഷനിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ അങ്ങനെയാണ് ബൈ ഡിഫോൾട്ടായിട്ട് എടുക്കുന്നത്. സോ ആ പ്രൊപ്പഗേഷൻ അതേ ഡയറക്ഷനിൽ തന്നെയാണ് നമ്മൾ എന്ത് കൺസിഡർ ചെയ്തിരിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷന് കൺസിഡർ ചെയ്തേക്കുന്നത്. സോ ഇതിന് അക്രോസായിട്ട് നമ്മളൊരു ഫെറൈറ്റ് മെറ്റീരിയൽ പ്ലേസ് ചെയ്ത് വെച്ചു. ഇനി എക്സ് ആക്സസിൽ മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ് ആക്സസിലേക്ക് നമ്മൾ എന്ത് കൊടുത്തു? ഒരു പ്ലെയിൻ TEM ദാറ്റ് ഇസ് ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് മാഗ്നറ്റിക് വേവ് നമ്മൾ ഇതിന് അക്രോസായിട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതിന് അക്രോസായിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതിൻ്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഇസഡ് ഡയറക്ഷനിലായത് കാരണം എന്ത് സംഭവിക്കും? ഈ പറയുന്ന TEM വേവ് എന്ത് ചെയ്യും? അത് ഇസഡ് ഡയറക്ഷനിലേക്ക് അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യും. കാരണം അതിന് അക്രോസായിട്ട് എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഓക്കെ, ഈ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ കാരണം, ഈ വേവിൻ്റെ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ കാരണം എന്ത് സംഭവിക്കും? ഈ ഡിസ്റ്റൻസിനനുസരിച്ച് ആ പ്ലെയിൻ അല്ലെങ്കിൽ ആ പറയുന്ന ഫെറൈറ്റ് റോഡ് എന്ത് ചെയ്യും? അല്ലെങ്കിൽ ആ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ വേരി ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്യും. ഈ ഒരു ഫിനോമിനനെയാണ് നമ്മൾ എന്ത് പറയണത്? ഫാരഡേസ് റൊട്ടേഷൻ എന്ന് പറയണത്. സോ ഈ കൊടുക്കുന്ന E0 എന്ന് പറയുന്ന ഇലക്ട്രിക് വേവ് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് വേവ് എന്ന് പറയുന്നത് ശരിക്കും ഈ രണ്ട് ആക്സിസിന് അക്രോസായിട്ട് അത് ഈക്വലി എന്ത് ചെയ്യും? 2 കൗണ്ടർ റൊട്ടേറ്റിംഗ് വേവ്സ് ആയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യും. ഏതാണ്? E0/2 ഈ E0/2. സോ എ ലീനിയർലി പോളറൈസ്ഡ് വേവ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ വെക്റ്റർ സം ഓഫ് these two counter rotating circularly polarized waves. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു സ്ലൈഡിൽ പറയണത്. സോ എ പ്ലെയിൻ TEM ദാറ്റ് ഇസ് ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് മാഗ്നറ്റിക് വേവ് വിച്ച് ഇസ് ലീനിയർലി പോളറൈസ്ഡ് along the x-axis at t equal to 0 is made to propagate in the z direction with electric field E0. Okay, അങ്ങനെയാണെങ്കിൽ the plane of polarization of this wave will rotate with distance along with the ferrite which is in the z direction, and this plane of polarization of this wave will rotate with distance, and this phenomenon is known as in the Faraday's rotation എന്ന് പറയുന്നത്. ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഈ ഒരു പോർഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതിൻ്റെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ദ ഫെറൈറ്റ് മെറ്റീരിയൽ ഓഫേഴ്സ് ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ടു ദിസ് വേവ്സ് resulting a phase change for one wave which is larger than the other wave with respect to theta of the linearly polarized wave at z equal to L.
where L is the distance traversed along Z direction. If the direction of propagation is reversed, the plane of polarization continues to rotate in the same direction, that is from Z equal to L to Z equal to 0. And this ferrite is a nonlinear material with its permeability is B equal to mu into H, where mu എന്ന് പറയുന്നത് എന്താണ്? It is permeability, where mu equal to mu 0 into 1 plus x raised to m. B എന്ന് പറയുന്ന magnetic field and H is the magnetic field strength. Where permeability can be expressed as mu equal to mu 0 into mu into r. Mu 0 is the permeability of free space and mu r is the relative permeability. അപ്പോൾ നമുക്കറിയാം ബി ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു എച്ച് പ്ലസ് എം എന്ന് നമുക്കറിയാവുന്ന ഇക്വേഷനാണ്. ആൻഡ് ദിസ് ബി ഈക്വൽ ടു മ്യൂ ഇൻറ്റു എച്ച്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനും ഈ ബിയുടെ ഇക്വേഷനും നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. സോ ഇക്വേറ്റ് ചെയ്തിട്ട് എന്തെടുക്കാം? അതിനകത്ത് മ്യൂ കണ്ടുപിടിക്കാം. മ്യൂ ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു 1 പ്ലസ് എന്താണ്, ഈ എച്ചിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ 1 പ്ലസ് എം ബൈ എച്ച് കിട്ടും. And this m by h എന്ന് പറയുന്നത് എന്താണ്? x raised to m, where x raised to m എന്ന് x raised to m അല്ല, x bar m ആണ്. where x bar m എന്ന് പറയുന്നത് എന്താണ്? magnetic susceptibility. And this magnetic susceptibility എന്ന് പറയുന്നത് it can be expressed as x bar m equal to matrix of x raised to m jk 0 jk x raised to m 0 0 0 0. It's a 3x3 matrix where x raised to m എന്ന് പറയുന്നത് diagonal susceptibility and k എന്ന് പറയുന്നത് എന്താണ്? off diagonal susceptibility. സോ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്, സോ നമ്മൾ ഫാരഡേസ് റൊട്ടേഷൻ എന്താണെന്നുള്ളത് നോക്കി. അപ്പോൾ ഇനി ഏതൊക്കെ ഡിവൈസസ് ആണ് ഈ ഫാരഡേസ് റൊട്ടേഷൻ്റെ കൺസെപ്റ്റിൽ വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ്. അതിനകത്ത് ആദ്യത്തത് ഗൈറേറ്റേഴ്സ് ആണ്. സോ ഗൈറേറ്റർ എന്ന് പറയുന്നത് ഇതാണ് ഒരു ഗൈറേറ്ററിൻ്റെ ബ്ലോക്ക്. ഇതൊരു റെക്റ്റാങ്കുലർ വേവ് ഗൈഡാണ്. സോ ഇതിനകത്തൊരു 2 പോർട്ട് നെറ്റ്വർക്കായിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാം. ഇത് ഫസ്റ്റ് പോർട്ട്, ഇതെന്താണ് സെക്കൻഡ് പോർട്ട് എന്ന് പറയുന്നത്. പൈ റേഡിയൻസ് എന്ന് പറയുന്നതാണ് ഈ ഒരു ഡയറക്ഷനിൽ, അതിൻ്റെ പ്രൊപ്പഗേഷൻ്റെ ഡയറക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഗൈറേറ്റർ എന്ന് പറയുന്നത് ഒരു നോൺ റെസിപ്രോക്കൽ Ferrite device ആണ്, which is a 2-port device that has a relative phase shift of 180 degree in the forward direction. എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ പോർട്ട് 1-ൽ നിന്നും പോർട്ട് 2-ലേക്ക് ഒരു ഇൻപുട്ട് കൊടുക്കുവാണെങ്കിൽ അവിടുന്ന് ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്കും അതിനൊരു 180 ഡിഗ്രി അല്ലെങ്കിൽ ഒരു പൈ റേഡിയൻസ് അല്ലെങ്കിൽ 180 ഡിഗ്രി എന്തുണ്ടാവും? ഒരു ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും. ഈ ഡയറക്ഷനിൽ ഫോർവേഡ് ഡയറക്ഷൻ, ഇതിൽ നിന്ന് ഈ ഡയറക്ഷൻ, ഈ ആരോയുടെ അതേ ഡയറക്ഷൻ. ഓക്കെ, അതേപോലെ തിരിച്ച് പോർട്ട് 2-ൽ നിന്ന് ഞാൻ പോർട്ട് 1-ലേക്ക് ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ 0 ഫേസ് ഡിഫറൻസ് ആണ് അതിനകത്തുള്ളത്. ഓക്കെ, അതാണ് നമ്മൾ ഇതിനെ എന്ത് പറയണത്? ഇറ്റ്സ് എ ഫാരഡേസ് റൊട്ടേഷൻ്റെ കൺസെപ്റ്റിൽ വർക്ക് ചെയ്യുന്നൊരു ഡിവൈസാണ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. വെൻ സിഗ്നൽ ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം പോർട്ട് 1 to port 2, it offers a phase shift of pi radians of 180 degree, and when signal is fed to port 2 to port 1, it offers 0 degree phase shift to the signal. Hence, it is also known as differential phase shift device എന്നൊക്കെ പറയാം.